വീഡിയോയുടെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങൾ സൂര്യ സാറിനെ കാണാൻ പോയതാണ് കേട്ടോ. ഭയങ്കര മഴയും നല്ല റോഡ് ബ്ലോക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ കണ്ട ഇത്രയും ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ബ്ലോക്കിലും ഇത്രയും വലിയ മഴയത്തും സൂര്യ സാറിനെ കാണാൻ ഒരുപാട് ആൾക്കാരാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇത് ജിനുചേട്ടന് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാസ് കിട്ടിയ കാര്യമൊന്നും ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഷെയർ ചെയ്തില്ല. സാധാരണ നമ്മളെപ്പോഴും കാണാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോപ്പും ഇല്ലാതെ പോവും. സൂര്യ സാർ വരുമ്പോൾ പോവും, കാണും. ഞാൻ ആക്ച്വലി ഇത് മൂന്നാമത്തെ വട്ടമാണ് സൂര്യ സാറിനെ കാണുന്നത്. ഫസ്റ്റ് കാണുന്നത് ഇതുപോലെ ലുലുമോളി വെച്ച് തന്നെ റെട്രോ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്ന സമയത്ത് ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഭയങ്കര ദൂരം എന്നാണ് കണ്ടത്. പക്ഷേ സാറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല, എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സെക്കൻഡ് ടൈം കറുപ്പ് മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അത്രയും അടുത്ത് കണ്ടു സൂര്യ സാറിനെ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നിധിയെ കൊണ്ടാണ് ഞങ്ങൾ പോയത്. നിധി ആ സമയത്ത് ഭയങ്കര ഒരു സൂര്യ ഫാനായിരുന്നു. അപ്പോൾ നിധിയും കണ്ടു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ ടൈം ഇതുപോലെ വരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ ആദ്യം ഒരു ഹാപ്പി ഒന്നുമില്ലായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയില്ലേ, അപ്പം നമുക്കിപ്പം പോകാൻ പറ്റുമെന്ന് പറഞ്ഞൂടെ, മഴയൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് അടിക്കാൻ നോക്കി. പക്ഷെ എന്നാലും തലേ ദിവസം ആയപ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് പോവാമല്ലേ, കാരണം ട്രിവാൻഡ്രം വരെയല്ലേ പുള്ളി, അപ്പം നമ്മളത് മിസ്സാക്കണ്ടല്ലോ, നമ്മളായിട്ട് എന്തിനാണ് മിസ്സാക്കണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോഴും എനിക്കിങ്ങനെ പാസ് കിട്ടുമെന്നുള്ളൊരു ഹോപ്പ് ഉള്ളതൊന്നും ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തില്ല. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ അന്ന് അവിടെ ചെന്ന് ആ പാസ് വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ VIP പാസ്സാണ് കിട്ടിയെന്ന് പോലും ചേട്ടൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. നേരെ നടന്ന് അവിടെ എത്തി ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോൾ ചേട്ടൻ ഇങ്ങനെ നീ ഇതെങ്ങോട്ട് പോകണം, ഞാൻ പറഞ്ഞു വാ എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചിട്ട് പോയതാണ്. ചേട്ടൻ സത്യം പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയി പോയിട്ടാ. കാരണം എനിക്ക് ഉള്ളിൽ ആ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു അകത്ത് കയറി സൂര്യ സാറിനെ ഇത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന്. പക്ഷേ ചേട്ടന് ഒന്നും അറിയത്തില്ല, ചേട്ടൻ ഫുള്ളി ബ്ലാങ്ക് ആയിരുന്നു. ആ ഒരു സാധനം എനിക്ക് ആ ത്രൂ ഔട്ട് അവിടെ കിട്ടി. കാരണം അത്ര എക്സൈറ്റ്മെൻറ്റ് ചേട്ടൻ്റെ മുഖത്തുണ്ടായിരുന്നു. എന്നെക്കാൾ വലിയൊരു ഫാനാണ് ചേട്ടൻ വഴിയാണ് ഞാൻ ഇത്ര വലിയൊരു ഫാനായതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനൊക്കെ കുഞ്ഞിലെ സൂര്യ ഫാനൊന്നും അല്ലായിരുന്നു. പിന്നെയാണ് സൂര്യ ഫാനിലോട്ടായത്. അപ്പം സൂര്യ സാറിൻ്റെ പേഴ്സണാലിറ്റി ആയാലും ചെയ്യുന്ന കാര്യങ്ങളായാലും ഇതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഭയങ്കര ഫാനായത്. അല്ലാതെ ആക്ടിങ് മാത്രമല്ല, പിന്നെ സിനിമയിലൊക്കെ ആൾ തിരഞ്ഞെടുക്കുന്ന റോള് കാര്യങ്ങൾ, ഓരോ പടത്തിലും ഓരോരോ വെറൈറ്റി റോൾസ് ആയിരിക്കും, സെയിം ആയിട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ്. നിങ്ങൾക്ക് ആ മുഖത്ത് കണ്ടോ, നിങ്ങളാ മുഖത്തെ പ്രസന്നത കണ്ടോ? കാരണം അത്രയും സന്തോഷമായിരുന്നു കേട്ടോ ചേട്ടന്. അതുപോലെ തന്നെ നിധിയും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കാരണം നിധിക്കും TV-യിൽ സൂര്യ സാറിനെ കാണുമ്പോഴത്തേക്കും അവൾ ഭയങ്കര ഹാപ്പിയാണ്. നേരിട്ടും അങ്ങനെയായിരുന്നു. ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്തത് മാത്രം ഒരു 20 മിനിറ്റിൽ കൂടുതൽ സൂര്യ സാറിൻ്റെ വീഡിയോസ് എൻ്റെ ഫോണിൽ ഉണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ വേറെയും. അപ്പോൾ ഇതെല്ലാം കൂടെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. എനിക്ക് 3 മിനിറ്റ് മാത്രമേ ഷോർട്സിൽ ലിമിറ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇത്രയും ചുരുക്കി പറയണേ. പിന്നെ ഞങ്ങൾ സൂര്യ സാറിൻ്റെ ചെയറിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ ഗൈസ്, ബൈ. Thank you. Love you too.